അയ്യോ സബ്ഗുരു, ഞാൻ അതിനേക്കാളൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗില്ല. അപ്പൊ എനിക്ക് അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അതിനേക്കാൾ വലിയൊരു മൊമെന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പിന്നെ വിളിച്ച പോരെ. പുള്ളിയുടെ വൈഫ് സരക്കിന്റെ ഏതോ ഒരു എക്സ് ആയിരുന്നു അന്ന്. ഇവിടെ വേറെ ആയിട്ടുണ്ടോ? പിള്ളേരായിട്ടുണ്ടോ? അവരുണ്ടെങ്കിൽ അവരെയും കൂടി എനിക്ക് എന്ത് സംസാരിക്കണം അറിഞ്ഞൂടാ സത്യമായിട്ടും. ഞാൻ ഭയങ്കര ഫുഡ് തരുമോ? ഇച്ചിരി ചാവും. റൈസിന്റെ സെക്കൻഡ് പാർട്ട് പറയാം. ഞാനിങ്ങനെ ആരെങ്കിലും എന്ത് പറയണമെന്ന്. എന്ത് ഞാൻ എന്ത് തുടങ്ങാനാ? നീ ഒരു കഥ പറഞ്ഞ കണ്ണാപ്പി, എന്നിട്ട് ഞാൻ പറയാം. ഇതാരാണ് ഈ വന്നിരുന്നേ? പുഷ്പ പഠിച്ചതല്ല. ഞാൻ വന്ന് കേറിയപ്പോഴില്ലേട്ടാ. നല്ല വിളക്കം. അന്നൊരു വീഡിയോ ഇടായിരുന്നു, ഇതുവരെ ഇട്ടിട്ടില്ല, ഇപ്പോഴും ഇട്ടിട്ടില്ല. അതൊക്കെ ഞാൻ എവന്റെ അടുത്ത് ഇടക്കിടക്ക് ചോദിക്കടാ സാറേ മറ്റേ വീഡിയോ. അതായത് ഇവൻ ടി വിയിൽ കയറി ഓർമ്മയുണ്ട്, സിയോളിൽ നമുക്കൊരു ആളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റൂല. അന്നേരം വരുമല്ല മലയുടെ മുകളിലിരുന്നു എന്തോ മ്യൂസിക് ആയിരുന്നു. എന്റെ ഇൻബോക്സ് മൊത്തം ഇതായിരുന്നു. മരത്തിൽ തൂങ്ങിക്കിടന്നുള്ള വീഡിയോ. അത് കഴിഞ്ഞൊരു സെറ്റ് സാരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഡൂഡ് വെച്ച് സാരം പലയുടെ വെള്ളിട്ട് ഡൂഡ് വെച്ചിട്ടിരിക്കുന്ന സാരം. പരിപാടി എന്നിട്ട് കേറിയിട്ട് ആള് ഒരു വീഡിയോ ഇറക്കില്ല. ഇടക്കിടക്ക് എന്നെ വെച്ചിട്ടുണ്ടോ വീഡിയോ ഒക്കെ ചെയ്യും. ഞാൻ ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ട്. ഫ്ലഫി, നിനക്ക് സുഖമല്ലേ? നീ ഒന്നും സംസാരിച്ചില്ല. അതാ നീ സുഖമല്ലേ? ഓക്കെ അല്ലല്ലോ? മുച്ചിരിയുടെ ഹേറ്ററാ. അല്ല ഇവനല്ലേ, അത് ചരടായിരുന്നല്ലേ? സോറി, അല്ലല്ല ഇവനല്ല. ഇപ്പൊ ചന്ദ്ര, നിങ്ങടെ എല്ലാരും ഗ്യാങ്ങിൽ എത്ര പേരാ ഇപ്പൊ? അതില് ഡയോസിൽ എത്ര പേരാ? ഇപ്പൊ ഒരു 3-4 ഇനാക്റ്റീവ് ആയിട്ട് അയ്യോ സബ്ഗുരു, ഞാൻ അതിനേക്കാളൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗില്ല. അപ്പൊ എനിക്ക് അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അതിനേക്കാൾ വലിയൊരു മൊമെന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പിന്നെ വിളിച്ച പോരെ. അല്ലല്ല കല്യാണം ഒക്കെ എന്ത്. ഞാൻ വിളിക്കാം സൗകര്യ. ശരി ശരി. ഇതിലൊരു മാറ്റം ഇല്ലല്ലേ വാസു? അല്ലല്ല അത് എന്താ പറയാ, സാബ്ഗുരു വിളിച്ചതാ. സാബ്ഗുരു ഇപ്പൊ ഞങ്ങളിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ബിസിനസ് ഒക്കെ ഞങ്ങളതില് 5 പൈസ ഇല്ലായിരുന്നു ഇവിടെ. കാരണം ഇവന്മാരൊന്നും പണിക്കും പോകത്തില്ല, ഒന്നുമില്ല. പിന്നെ നാട്ടുകാർക്കൊന്ന് കടമൊക്കെ മേടിച്ചിട്ട് ഒരു 1300 കോടിക്ക് ഈ ചന്ദ്രന് ഒരു പമ്പ് മേടിച്ചു കൊടുത്ത്. ചന്ദ്രന് പമ്പ് മേടിച്ചു കൊടുത്തപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മള് മറ്റേ ഗണ്ണ് ഇതൊക്കെ മേടിച്ചില്ല, ആർമറൊക്കെ മേടിച്ചില്ല, അതുപോലെ വെടിപ്പുര മേടിച്ചതുപോലെ ഇത് കുറച്ച് നാള് നമ്മുടെ ഉണ്ടാവുന്ന വിചാരിച്ചേ. പക്ഷെ 1300 കോടി രൂപ എടുത്ത് മേടിച്ച സാധനത്തിനകത്തുനിന്ന് 300 കോടി തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കിന് ഇത് റീ ഓപ്ഷൻ വെച്ച്. അത്ര നാളെ ഉള്ളൂ. അപ്പം 200 കോടിക്കൊക്കെ വിളിച്ചാലേ 300 കോടിയൊക്കെ കിട്ടുള്ളൂ. ചന്ദ്ര മാസം അടിച്ച് 1000 കോടി പോയി. 1000 കോടി അങ്ങ് പോയി കിട്ടി. 1000 കോടി നഷ്ടത്തുള്ള ബിസിനസ് തകർന്ന് തരിപ്പണായിട്ടാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ ബാക്ക് ചെയ്യുന്നത് സാബ്ഗുരു അസോസിയേറ്റ്സാ. എന്നല്ല വാസോണ്ട് ബാക്ക് ചെയ്യണ പറയല്ലേ ആൾക്കാർ.
അപ്പൊ പുള്ളിയാണെങ്കിൽ നമ്മളിപ്പോ KV ആയിട്ടൊക്കെ നല്ല ടൈംസിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സാബ് ഗുരു ആണ് നമുക്ക് ഫണ്ട് തരുന്നത് കൊണ്ട് സാബ് ഗുരു നേരെ പോയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ KV ഓൺ ചെയ്ത പമ്പ് നീയൊക്കെ ഇനി എത്ര വിളിച്ചാലും ഞാൻ കൂട്ടി വിളിക്കൂടാന്ന് പറഞ്ഞു. വെല്ലുവിളിച്ചിട്ട് പോരുന്നത്. ഇപ്പൊ KV സാബ് ഗുരുവിനെ തല്ല KV നടക്കണ്. അല്ലാതിരിക്കാൻ ഞങ്ങൾ നോക്കണ്. ഇപ്പൊ സാബ് ഗുരു വിളിച്ചിട്ട് പറയാനാണ് KV ആയിട്ടുള്ള പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ സംസാരിക്കാം. അപ്പൊ അതിന്റെ കോള് വന്നു. അതാ ഞാൻ പിന്നെ നിങ്ങൾ ഇവിടെ നല്ലൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് കൂടെ ഇതാക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറിയുന്നതാ. നമ്മടെ പിന്നെ നമുക്ക് പിന്നെ വേറെ എന്തൊക്കെയാണ് ബിസിനസ്? അണ്ടി ഫാക്ടറി ആസനം തുടങ്ങി ഇവിടെ പലട്ടല്ലല്ലോ. അണ്ടി ഫാക്ടറി നമ്മളൊന്ന് റിനോവേറ്റ് ചെയ്ത് സാറൊക്കെ എല്ലാം റിനോവേറ്റ് എല്ലാം ചെയ്ത് എല്ലാം അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ട് നമ്മളിപ്പോ മിസ്റ്റർ എക്സ് ആയിട്ട് ആണ് അത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അണ്ടി ഫാക്ടറിയുടെ എഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം ഇവിടെ കുറെ സംഭവങ്ങൾ നടന്നു സാറൊക്കെ, ഇഷ്ടംപോലെ സംഭവങ്ങൾ. അതായത് എന്താ ഞാൻ പറഞ്ഞുതരാം. അണ്ടി ഫാക്ടറി റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ മിസ്റ്റർ എക്സ് കുറച്ച് ഫണ്ട് തരാന്ന് പറഞ്ഞു. പുള്ളിയുടെ കല്യാണമായിരുന്നു ആ സമയത്ത്. മിസ്റ്റർ എക്സിലെ കേജ് എന്ന് പറയും. ഇവിടെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സിറ്റിസൺസിനോട് പറഞ്ഞുവിടാ. എന്നാലും സിറ്റിസൺസ് നല്ലല്ലോ നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ അടുത്ത് പറയും, ഇത് എനിക്ക് ഇതിനു മുമ്പ് ഒരു വാണിംഗ് കിട്ടിയായിരുന്നു, ഇത് വെളിയിൽ പറയരുതെന്ന്. അപ്പൊ നമ്മള് ഇവരായിട്ടൊരു ഡീൽ വെച്ചപ്പോ ഈ കേജ് എന്ന് പറയുന്ന മിസ്റ്റർ എക്സിലെ ഒരു ലീഡർ പോലത്തെ ഒരു സെറ്റപ്പാ, മെയിൻ ആള്. പുള്ളിയുടെ കല്യാണം കഴിഞ്ഞ് ഇതിന്റെ കൂടെ തന്നെ പുള്ളിയുടെ ഡിവോഴ്സും ആയി ഒരേ സമയം. പുള്ളി എന്താ കാട്ടിക്കൂട്ടിയെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. കല്യാണം ഡിവോഴ്സും എനിക്ക് പൂമ്പാറ്റ കുണ്ട വിളിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഈ പുള്ളി അതിന്റെ ഡിപ്രഷനിൽ അങ്ങ് പോയി. ഈ എന്താ ഡിവോഴ്സ് ആയതിന്റെ ഡിപ്രഷനിൽ പുള്ളി പോയി. അപ്പൊ ആ ഫണ്ടും കിട്ടിയില്ല. ഇപ്പൊ 2 ഫണ്ട് ഇതിങ്ങനെ ബ്ലോക്ക് ആയി കിടക്കുക. എല്ലാ ഫണ്ടും നമ്മുടെ കൈയുടെ അറ്റത്ത് വരെ എത്തിയിട്ട് പെട്ടെന്ന് അങ്ങ് പോകും. അത് നടക്കൂല. പുള്ളിക്ക് മറ്റേ പെണ്ണ് വന്നാൽ മതി. അവളുടെ 2ാമത്തെ കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ എന്റെ ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ നോക്കി കിടക്കണ ഇവിടെ ഡിസ്പാൻഡിലാൻ പോണ ഗാങ്സിനെയാണ്. മാസിൽ ഓരോരുത്തർ നോക്കി വെച്ചിട്ടുണ്ട്. അവന്റെ കാശിങ് മേടിക്കും നൈസില്. മനസ്സിലായണ്ണ? കൊള്ളാം. ഇടയ്ക്ക് നമ്മള് കഴിക്കണം അവിടെ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ തമാശ കേട്ടില്ലാരും കേട്ടാ. എനിക്ക് സാറ്റലൈറ്റിൽ കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ വൈഫ് സരക്കിന്റെ ഏതോ ഒരു എക്സ് ആയിരുന്നു. അവളിപ്പോ പുതിയൊരുത്തനെ കിട്ടി. ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞാ വീണ്ടും പോയി ചോദിച്ചോളല്ല. കാരണം സീതല്ല, വേറെ പേരാണ്. അടിച്ചു തരുവേ. നേരത്തെ ആയിഷായിരുന്നു. അതൊക്കെ വേറെ കാലഘട്ടം. അല്ല, ഞാൻ കെട്ടിച്ചിട്ടോ ഞാൻ ബാബുകൂടെ കെട്ടിച്ചിട്ട സമയത്ത് ആയിഷായിരുന്നു. ആയിഷയുടെ പെങ്ങളായിരുന്നു സീത. ഞാൻ തന്നെ ഒരു 8 കല്യാണം നടത്തി അവളുടെ. അങ്ങനെയൊക്കെ പറയാനല്ലടാ. അല്ല, ഐ മീൻ 8 കല്യാണം നടത്തി കൊടുത്തു. നിനക്ക് തിരിച്ച് CMB കൊണ്ടുവന്ന നിനക്ക് ലാവിഷാക്കല്ലേ? പക്ഷെ ഞാൻ കാര്യം പറയട്ടാ, ബാബു ഇല്ലല്ലേ ഇവിടെ. അതാണ് ഒരു കുറവ്. അതാണ് ഒരു വലിയ കുറവ്. അവനുണ്ടെങ്കിൽ പിന്നെ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. ഈ ടോപ്പിക് ഇല്ലാത്ത പ്രശ്നമൊന്നും വരത്തില്ല. അവൻ തന്നെ ഒരു ടോപ്പിക് ആയതിന്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പൊ ഞാൻ കൗണ്ടറിലൊക്കെ വെല്ലും. ഞാൻ അവനെ അടിച്ചിരുത്തും. ഞാൻ ഇപ്പൊ അവനെ സൂപ്പർ സൂപ്പർ സ്വന്തമായിട്ട് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് എത്രയായിരുന്നു? എന്ത് സമാസമായിരുന്നു ലാസ്റ്റ്? ലാസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. അവന് 10ഉം നിനക്ക് 1ഉം.
നല്ല നല്ല മാറ്റം നല്ല Improvement improvement ഉണ്ട്. നേരത്തെ Improvement ഉണ്ട്. 0 100 ആയിരുന്നു. ഇപ്പൊ അതൊരു 10 1 ആയി. 10 1 പറഞ്ഞിട്ടില്ല ചന്ദ്ര, കൊള്ളാം. സൂപ്പറാ, നൈസ്, വെൽഡൺ ചന്ദ്ര, നല്ലൊരു കാര്യമാണ്. എടാ കണ്ണാപ്പി, ഓ അതെ. എടാ നീ എന്താടാ ഒന്നും പറയാത്ത? നീ ഒന്ന് പറ, എന്തേലും പറ. Guys, ഞാൻ ഇന്ന് blank out ആണ്. വിശേഷങ്ങളൊക്കെ പറഞ്ഞ സാറൊക്കെ കൊറേ നമ്മൾക്കിപ്പം ഗ്യാങ്ങിന്റെ കൊറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാലടാ നമ്മളെ ഗ്യാങ്ങിനെ പറ്റി പറയാൻ വിശേഷം അതാണ്. എന്തിനു പറയാ ഞാൻ, അതാണ് ഒന്നും പറയാത്തത്. അവിടെ ഉള്ളവരൊന്നും ഇല്ല, എല്ലാരും പോയി, ഉള്ളവരൊക്കെ പോയി. പിന്നെ എന്ത് വിശേഷം പറയാൻ? പിന്നെ എല്ലാം പുതിയതായിട്ടുള്ളവരാ, അതാണ്. അപ്പൊ നിങ്ങക്ക് അവരെ ഗുലാനില്ല, പിന്നെ സ്പീഡിന്റെ അന്നത്തെ സീനില്ലേ, അന്ന് അവൻ പോയി. പിന്നെ നിക്ക് പിന്നെ അതിന് ശേഷം വന്നിട്ടില്ല. പിന്നെ ഗുലാനും ഒപ്പം നിർത്തി. പിന്നെ ആരുണ്ടാ, പിന്നെ ഇറ്റാച്ചി നിർത്തി. സ്റ്റീവ് പിന്നെ ഇങ്ങോട്ട് വന്ന്. പിന്നെ ഓക്സി ഉണ്ട്, ഞാനുണ്ട്, രായനുണ്ട്, ഫ്ലഫി ഉണ്ട്, സുനിമോനുണ്ട്. അവൻ പിന്നെ ഇച്ചിരി വേറെ വർക്കുകൾ അതിന്റെ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള രീതിയൊക്കെ അത്രയും പേരേ ഉള്ളു. ബാക്കിയുള്ള പുതിയ മെമ്പേഴ്സാ, പുതിയതായിട്ട് എടുത്ത് വന്നവരൊക്കെ. 35 പേരല്ലേ നിങ്ങള്? 35 പേര് എങ്ങനെ ഇത്ര പെട്ടെന്ന് സെറ്റ് ആക്കിയടാ? ഞാൻ കുറച്ചാളൊന്നും ഇല്ലായിരുന്നല്ലേ, അപ്പൊ പിന്നെ മൊത്തത്തില് ആരും ഇല്ലാത്തോണ്ട് ഒരു കൊറേ പേരെ ആ സമയത്ത് എടുത്ത് മനസ്സിലായില്ലേ, അവന്മാര് എന്നെ നോക്കി എടുത്തില്ല. പ്രീവാർ കളിക്കുന്ന ആളില്ല. ഇവരെല്ലാരും നിർത്തിയപ്പോഴേ ഉമ്മാരെല്ലാരും നിർത്തിയല്ലേ, അപ്പൊ പിന്നെ ആ സമയത്ത് കളിക്കാൻ ആളില്ലാത്തോണ്ട് ഈ മിക്ക ഗ്യാങ്ങും വരുമ്പോ 25 പേര് 23 പേരൊക്കെ കാണും. അപ്പൊ നമ്മള് 15 16 പേരൊക്കെ കൊണ്ടുപോകുമ്പോ പാടാണ്. ഒരു മാറ്റമില്ല, ഇതൊരു പുതിയ തുടക്കം. അവന്റെ ഒരു 50 സ്റ്റോറി കണ്ടു, ഇതൊരു പുതിയ തുടക്കം, നാളെ തൊട്ട് ഞാൻ ഉണ്ടാവും. ഇന്നും കൂടി കണ്ടേ ഉള്ളു. മറ്റേ നമ്മളെ ക്രിക്കറ്റിന് പോയിട്ട് മറ്റേ വീശോ അടിക്കുന്ന സാധനം ഇല്ലായിരുന്നാണ് ചന്ദ്രവർമ്മ. അതിന് മറ്റേ ഇത് പറയുന്ന സാര് മറ്റേ ആ സാരൊക്കെ കണ്ടതേ ഉള്ളു. അപ്പൊ ട്രിക്കിയുടെ വെല്ലുവിളി ഓർത്തതേ ഉള്ളു. എന്തൊക്കെ തരം ആൾക്കാരല്ലേ കൊച്ചു പിള്ളേരെ മനസ്സാണ്. പിന്നെ മണവാളനും ബുള്ളറ്റും അമാരും പിന്നെ പുറത്തായോണ്ട് അമാരും ഇല്ല ഇപ്പൊ. അതിന്റെ ആ ഒരു തിരക്കിലൊക്കെ അവൻ മണവാളിന് നിർത്താൻ പോവാണ്. സത്യം ജോലി കേട്ടതായി. അവനൊന്ന് എന്നോടൊന്ന് സംസാരിച്ചോ, ഞാൻ എങ്ങനെ പോയി അങ്ങനെ ചോദിക്കുന്നു. പിന്നെ ഇപ്പൊ വാസവണ്ണാണ് അല്ല. അതെ 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 അതെ, ഞാനെന്താ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പം സത്യം പറഞ്ഞ ഒരു മെച്യൂരിറ്റി ഇല്ലാതെ ഗ്യാങ്ങിനെ മൂഞ്ചിച്ചോണ്ടിരിക്കുന്നത് ഈ ചന്ദ്രനാണ്. അത് ഞാൻ ഇവിടെ ഡിസ്ക്ലോസ് ഇല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് മാത്രം സ്വകാര്യം നമ്മൾ മാത്രമുള്ള സമയത്തേ പറയാം. നമുക്ക് നമ്മളിങ്ങനെ ഇറങ്ങണം, പിള്ളേരുടെ അടുത്ത് ഇറങ്ങി നിന്നാലേ നമുക്ക് അറിയാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യണം എന്ന്. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഞാൻ ഇവന്മാരെ കാട്ടിയായിരിക്കും ഇപ്പൊ. സിറ്റുവേഷനകത്ത് അവരുടെ അടുത്ത് പോയി തെറി പറയാ, ചീത്ത വിളിക്കാ. ഞാൻ കണ്ട ടീച്ചർ സിറ്റുവേഷൻ അല്ലേ, സംസാരിക്കാൻ പോയ സാറൊക്കെ ഞാൻ പറഞ്ഞുതരാം. ടീച്ചർ അടുത്ത് ചന്ദ്ര പോയിട്ട് നീ റോങ്ങോട്ട് സംസാരിക്കില്ല, നീ കലിപ്പിരിക്കണേന്ന് മാറിയെന്ന് പറഞ്ഞിട്ട് പോക്ക് പോണുണ്ട്. എന്നിട്ട് അവിടെ പോയി കിടന്ന് അവന്മാരെന്ന് വിളിച്ച് ഒരുത്തനെ തെറിയും വിളിച്ച് 4 ദിവസം ബാനും കിട്ടി. അയാളാണ് എന്റെ അടുത്ത് പറയണത്. 4 അല്ല, അതിൽ കൂടുതൽ പേരന്റൽ അബ്യൂസിന് 7 ദിവസം 8 ദിവസം. അതാണ് ഞാനേ വാസോന്റെ സ്വാഗ് ഉണ്ട്, അറിയാം. വാസോണ്ണ നല്ല റേഞ്ചിൽ നിൽക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി. വാസോണ്ണ ഒരു ഡയലോഗ് പറയാൻ തുടങ്ങാൻ ഞാൻ എന്റെ എന്തിലൊരു തെറി ഉണ്ടാവും. കാരണം നമ്മൾ അങ്ങനെ ശീലിച്ചാണ്, മനസ്സിലായില്ലേ? അവസാനം ഞാൻ മനസ്സിലാക്കണം, ഇപ്പൊ വിളിക്കും അവസാനം കേട്ടോടാ മോനെ. അതിനാണ് പേരന്റൽ അബ്യൂസ് എന്ന് പറഞ്ഞ് കിട്ടിയ എനിക്കത്. ചന്ദ്രന്റെ ഒരു മാസം ഉണ്ടായിരുന്നു കൺസൈൻമെന്റ് ഇൻസ്ട്രക്ഷൻ എടുത്തത്. കൺസൈൻമെന്റ് വേണ്ട, രണ്ടിയും വേണ്ടത് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ സിയോണിലെ മറ്റേ സെറ്റപ്പാ. അപ്പൊ ഇവിടെ ചെന്നിട്ട് നമ്മൾ ഈ ഇടയ്ക്ക് കൺസൈൻമെന്റ് അടിക്കാൻ ചെന്നപ്പോഴേ അവിടെ ചെന്നിട്ട് ഇവന്റെ മറ്റേ ഒരു ഇവന്റെ കൂടെ ഒരു മറ്റേ ഇവന്റെ ഇടത്തെ ചന്തിയായിട്ട് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ.
അറിയത്തില്ലേ നീങ്ങനാ, നീങ്ങ. അവന്റെ മെസ്സ് അവിടെ ചെന്നിട്ട് മിസ്റ്റർ എക്സിനോട് പറയാ നിന്റെ ഒന്നും കൺസൈൻമെന്റ് നമുക്ക് വേണ്ടറാന്ന്. അവന്റെ ഞാൻ പറഞ്ഞുതരാം. അതായത് അളിയനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങളെ തല്ല വരുന്ന ഒരു ഗുണ്ടേ കണക്ക് വന്ന് റോഡിൽ നിക്കായിരുന്നു കേട്ടോ മെറ്റേ കളിച്ച്. നമ്മളെ അടിക്ക് വാങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഇടിച്ചിട്ട് വന്ന്. അപ്പൊ സംഭവം ഞാൻ കർണാടക കൂടി മിസ്ട്രക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നോണ്ടിരുന്നത് ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ തിരക്കായതുകൊണ്ടാണ് അവനെ അവോയ്ഡ് ആക്കിയിട്ട് പോയത്. ആളെന്ത് ചെയ്ത് പോയ പോക്കിന് നമ്മൾ അടിച്ചപ്പോഴത്തേക്കും മിസ്ട്രക്സ് വെച്ചിട്ട് ഇതാരാണ് ഇയാൾക്കാരാ ലൊക്കേഷനൊക്കെ കൊടുത്തേ എന്നൊക്കെ പറഞ്ഞു. ഉടനെ മിസ്ട്രക്സ് വണ്ടി കയറുന്നിട്ട് നീ ആറാവ് ഞാൻ മിസ്ട്രക്സാന്ന് പറഞ്ഞു. അതേലെ മിസ്ട്രക്സാ? ആ മിസ്ട്രക്സ് എങ്കിൽ എന്തെങ്കിലും ചൂടാവണേന്ന്. അപ്പൊ അന്നേരം മറ്റേ മിസ്ട്രക്സ് നല്ല രീതിയിൽ അവന്മാർക്ക് പൊളിഞ്ഞു കേട്ടോ. അവന്മാരൊക്കെ ചൂടായി. അന്നേരം അവന്മാരെന്തോ റൈസ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്കും നിന്റെ കൺസൈൻമെന്റ് വേണ്ട ഞങ്ങൾക്ക് പിന്നെ അണ്ടി എന്ന് പറഞ്ഞു അവര് കലിപ്പിലൊക്കെ പോയി എടുത്ത്. പിന്നെ വാസവണ്ണ അവരെ കൂടെ പോയി സംസാരിച്ച് കുറച്ച് ഇതാക്കി. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ സംസാരിച്ചില്ല അവിടെ വെച്ച് ഭീകര സസ്പെൻഷനും കൊടുത്ത്. ഓ പക്ഷെ ആളുണ്ടല്ലോ ആളിപ്പോഴും അറിഞ്ഞിട്ട് ആൾ സസ്പെൻഷനിലാണെന്ന് ഞാൻ അത് ഞാൻ ഓർമ്മിപ്പിക്കില്ല അവനെ. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അത് ആൾ പെട്ടെന്ന് ഹർട്ടാവും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നീ ഗ്യാങ്ങിൽ ഉണ്ടെന്നാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കണേ. പറയട്ടെ, ഈ കണ്ണന്തിരിവ് കാണിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് എന്റെ കൂടെ ഈ റൂമിൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഫുഡും കുടിച്ച് ചായയും കുടിച്ച് പോയവനാ. എനിക്കാണ് ഈ സസ്പെൻഷൻ ഇടാനും ഒരു മടി. എന്റെ കൂടെ എനിക്ക് റിയൽ ലൈഫില് മനസ്സിലായ. അതുകൊണ്ട് പറഞ്ഞിട്ടില്ല, ആളറിയിച്ചിട്ടില്ല. അറിയിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഹർട്ടാവും. ആള് കറണ്ട് ഇല്ലെങ്കിലും മറ്റേ വിളിച്ചു വരുത്തി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് കറണ്ടൊക്കെ വരുത്തിച്ചിട്ട് സിറ്റി കയറിക്കളായി. ഇപ്പൊ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ മിണ്ടാതെ ഇരുന്നുള്ളൂ. ഞാൻ ഗാങ്ങിലെ മെമ്പറാന്ന് പറഞ്ഞ് ഇപ്പൊ വന്നാലും 4 വള്ളി എടുത്തോണ്ടേ വരത്തുള്ളൂ. എവിടെ നിന്നേലൊക്കെ വള്ളി എടുക്കണൊക്കെ KV എടുത്ത് നമ്മൾ അറിയാവുന്നിടത്ത് അറിയാവുന്നിടത്ത് മൊത്തം വള്ളിയാണ്. MRC ഇതല്ലേ അതായി MRC ഇവിടെ ഫാമിലി ആയി. അതിനകത്ത് നമ്മുടെ പഴയ HF മെമ്പേഴ്സും ഇവരൊക്കെ മറ്റേ ലീഡറിനെ മറ്റേ കോ ലീഡറിനെ ഒക്കെ കണ്ടായിരുന്നു. മാക്ക് ഷെയ്ക്ക് അവരൊക്കെയാണ് നമ്മൾ സംസാരിക്കും. നമ്മളെ വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റേ പിന്നെ കുറച്ച് വേറെ ഗാങ്ങിലൊക്കെ ഉണ്ടായിരുന്നവന്മാര് ഉണ്ടായില്ല. അപ്പൊ അവരായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉള്ളു. മനസ്സിലായില്ലേ? നമ്മുടെ റേഡിയോ പേമാരാ. അത് നമ്മളെ ഇവരെ ഇത് ഗ്യാങ് വണ്ടി കണ്ടാ. ആരത്? 3 വണ്ടി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇപ്പം. എന്തിനാ സിറ്റിയിൽ 3 വണ്ടി കൊണ്ടുവരാം, ഗ്യാങ് വണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റേ ഇറക്കാം. 3 വണ്ടി ഒരു ഗ്യാങ്ങിന് 3 ടൈപ്പ് വണ്ടിയാ. 3 ടൈപ്പ് വണ്ടി. അണ്ണാ അറിഞ്ഞില്ലേ? അപ്പാപ്പ ഒന്നുകൂടി ഇറക്കുന്നുണ്ട്. അതിന്റെ ഇൻവെസ്റ്റർ ഞാനാണ്. അതിന്റെ ആണ്. 3 വണ്ടി കൊണ്ടുവരാം. പക്ഷെ 4500 രൂപ മാസം. അപ്പാപ്പ കുറെ നേടുന്നുണ്ട്. ഇവിടെ തായ്ലൻഡ് ട്രിപ്പ് പോയിക്കോ. തായ്ലൻഡിൽ ഇന്റർനാഷണൽ ട്രിപ്പ്. സാഗുരിനെ മലബാർ എഴുതി കൊടുത്ത് ഞാൻ ഇന്നലെ ചാറ്റിൽ ചാനലെടുത്ത് നോക്കിയപ്പോ ലാസ്റ്റ് സ്ട്രീം 3 മാസം മുമ്പെന്തോ ആയിരുന്നു. ഗ്യാങ്ങിലൊന്നും ഇല്ല പുള്ളിക്ക്. ഇപ്പൊ ഇതിന്ന് തന്നെ അത്യാവശ്യം ലക്ഷങ്ങളാണ് വരുമാനം. അതേ ഉള്ളു വഴി. അയ്യോ എന്തൊക്കെ പറയാനാണെന്ന് പറ. നമ്മടെ ഇത് ഓർമ്മണ്ടാടാ മറ്റേ ഫസ്റ്റത്തെ നമ്മടെ ഇതില്ലേ, നമ്മള് ഫസ്റ്റ് ഇതേപോലെ ഇവിടെ മറ്റേ നമ്മളെ ഗ്യാങ് ഹൗസിന്റെ അവിടത്തെ ബീച്ച് ഓർമ്മണ്ടാ? അവിടെ നമ്മള് എന്നിട്ട് പോയ ഓർമ്മ. എനിക്ക് അതാണ് ഓർമ്മ കറക്റ്റ് ആ സീൻ. നമ്മളെന്നിട്ട് ബുള്ളറ്റും എന്നിട്ട് നമ്മള് നിനക്ക് ഓർമ്മ ചന്ദ്ര മറ്റേ സീൻ നമ്മൾ ലാസ്റ്റ് വന്നതാണ്. ഇപ്പോഴൊന്നും അല്ല മുന്നേല്ലേ നമ്മള് കൊറേ നമ്മളവിടെ ഇരിക്കല ഇടക്കിടക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ. ആ സീൻ വെച്ചാ നമ്മള് ഇവന്മാരൊന്നും ഇല്ല അന്ന്. മനസ്സിലായ? നമ്മുടെ ആദ്യത്തെ സമയം. പിന്നെ നമ്മുടെ മാമ ഇടക്കിടക്ക് വരും. സംസാരിക്കാൻ വരുന്നില്ല. ആദ്യം ദുബായി പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കൊളംബിയയിൽ പോയ മാമ ഉണ്ടല്ലോ. സൗദി പോയി.
മാമ സൂപ്പറാണ്. പിന്നെ ഓസ്ട്രേലിയ ഇപ്പൊ രാജ്യം മൊത്തം ഇറങ്ങി. 30,000 രൂപ അവിടെ സൗദി ചെന്നിട്ട് 50,000 രൂപ തിരിച്ച് കടം ഉണ്ടാക്കി തിരിച്ച് വീട്ടിൽ വന്ന്. വീട്ടിൽ വന്ന് എന്നിട്ട് ഇടക്കിടക്ക് സിറ്റി കയറിട്ട് പറയും ഞാൻ ഇനി ടിവിയിലാണ് ആക്റ്റീവ്. ഞാൻ പറയാം ആർപ്പ് ചെയ്തായിരുന്നു. നിക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ എടാ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു ദിവസം വെളുപ്പിന് 3 മണിക്ക് എന്നെ വിളിച്ചേക്കുന്നത്. ഞാൻ ഡേറ്റ് പറയാവേ. സൺഡേ 25 ജാനുവരി വെളുപ്പിനെ 2:37 കോള്. അണ്ണാന്ന് പറഞ്ഞ ഞാൻ കോള് കണ്ടില്ല. എടാ പറ അണ്ണാ ഞാൻ ആക്റ്റീവ് ആകുവാണ് ഇന്നലെ തൊട്ട് കാണും. ഇനി 1 മന്ത് നോക്കിയിട്ട് സ്ലോട്ട് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ അങ്ങനെ പെട്ടെന്ന് പറയത്തില്ല. സ്ലോട്ട് ഞാൻ ഏൺ ചെയ്തോളാം. ഇപ്പോഴേ വേണ്ടണ്ണ, പയ്യെ നോക്കിയിട്ട് മതി, സെറ്റ് ആക്കിയാൽ മതി. അന്ന് പോയതാണ് അവൻ. എന്നിട്ട് ഇപ്പൊ ഇടക്കിടക്ക് വരും എന്റെ അടുത്ത് പറയും ഞാൻ ആക്റ്റീവ് ആവുന്നു. എന്നിട്ട് ഞാൻ പറയും എടാ ഒരു മാസം ഇന്ന് 1ാമത്തെ ദിവസമാണ്. കാരണം നീ ഇടയ്ക്ക് ഒരു ദിവസം നീ ആക്റ്റീവ് ആയില്ലെങ്കിൽ ഞാൻ അത് കൂട്ടത്തില്ല. എന്നാൽ ഞാൻ ഒന്നേന്ന് കൂട്ടുമെന്ന് പറയും. അപ്പൊ പറയും ഓക്കെ ചന്ദ്ര, ഇനി ചന്ദ്ര എണ്ണി വെച്ചോ, ഇത് 1ാമത്തെ ദിവസം. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വന്നിട്ട് പറയും 2ാം ദിവസം. അപ്പൊ ഞാൻ ആലോചിച്ചു അവന്റെ മൈൻഡ് സെറ്റ് ആലോചിച്ച് നോക്കണേ. ഒരു സെന്റ് അടിക്കാൻ വേണ്ടിട്ട് ഒരു വലിയ ഒരു ഫാക്ടറി ഉണ്ടാക്കിയവനാണ്. ഫാക്ടറി ഉണ്ടാക്കിയിട്ട് ഗൾഫിൽ പോയെ. വയലറ്റ് മുടി അത് നമ്മളെ കുട്ടത്തിലുള്ളതാണ്. മോബിയാണോ അത്? പഴയൊരു പയ്യനെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പഴയ വലിയ വിചാരിച്ചു. കള്ളം വലിയ അവനല്ല സരക്കെ മറ്റേ ഞാൻ പറഞ്ഞുതരാം. ഇവണ്ടല്ല എന്തോന്ന് അന്ന് വാസുണ്ണൊക്കെ കരയിപ്പിച്ചിട്ട് 4ാമത്തെ ദിവസം ആള് വീണ്ടും വന്നു സിറ്റിയിൽ. അല്ലല്ലോ 4ാമത്തെ ദിവസം പിറ്റേ ദിവസം ലൈവ് പിറ്റേത് അതായത് അന്ന് പോണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ലൈവ് ഒക്കെ ഇട്ട് സിറ്റി വന്നിട്ട് അണ്ണാ എന്തൊക്കെയുണ്ട് ഓരോരോ ജീവിതമാണ് സത്യം. പിന്നെ റിബേക്ക് ഇടയ്ക്ക് സിറ്റിയിലൊക്കെ പറഞ്ഞതൊക്കെ പറയണേ കേട്ടോ. ഇടയ്ക്ക് ഇടയ്ക്കൊരു തിര അടിച്ചായിരുന്നു. സരക്ക് സത്യമായിട്ട് കണ്ടില്ലേ, പുറലോത്ത് കണ്ടില്ലേ വരുന്നുണ്ടെന്ന്. പോടാ അല്ല അത് സംഭവം. എന്റെ അടുത്ത് റബേക്ക പോകുന്നതിന് മുമ്പ് എന്റെ അടുത്തൊന്ന് പറഞ്ഞത് സരക്കായിട്ട് ഞാൻ അറിയാതെ റിലേഷൻഷിപ്പിലായി പോയി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വാസം അതുപോലെ